ഹായ് നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക്. ഒരു വ്യക്തിയെ കൊണ്ട്, ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ട് ചേഞ്ചസ് ഉണ്ടാക്കുക, സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ് അല്ലേ. എപ്പോഴും ഒരു ക്രൗഡ് വേണ്ടി വരില്ല ഒരു മാറ്റം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട്, സമൂഹത്തിലെ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, നിയമ ലംഘനങ്ങളെ എങ്ങനെ നേരിടാൻ പറ്റും, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ പ്രഭാവതി അമ്മ. ഇന്ന് വൈറൽ താരമായിരിക്കുന്ന, സോഷ്യൽ മീഡിയയിലും ട്വിറ്ററിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എന്ന് വേണ്ട യൂട്യൂബിലും ഒക്കെ തുറക്കുമ്പോൾ കാണുന്ന നമ്മളുടെ പ്രഭാവതി അമ്മയാണ് ഇപ്പോഴത്തെ താരം. സോ അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രഭാവതി അമ്മയ്ക്ക് ആശംസകൾ അർപ്പിക്കാനും, അതുപോലെ പ്രഭാവതി അമ്മയ്ക്ക് ഒരു വലിയ അഭിനന്ദനം, എന്താ പറയുന്ന ഒരു നന്ദി. സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള അക്രമങ്ങൾക്ക് എതിരായിട്ട് ഒരു സിംഗിൾ പേഴ്സൺ മതി, ഒരു വ്യക്തി മതി എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് പ്രഭാവതി അമ്മ. ഏജ് ഈസ് നോട്ട് എ ബാർ എന്ന് കാണിക്കുന്നത് അല്ലെ. ഷീ 73 നൗ. സോ സല്യൂട്ട്, ഹാറ്റ്സ് ഓഫ്. എന്ത് പറഞ്ഞാണ് അത് കണ്ടപ്പോ തൊട്ട് ഒരു ഭയങ്കര ഒരു സന്തോഷമോ, ഒരു ഭയങ്കര അഭിമാനം തോന്നുന്നു ആ അമ്മയോട്. 73 വയസ്സുള്ള ആ അമ്മയോട്. എന്തെന്നാല് സാധാരണക്കാര് നമ്മൾ പോലും ചിലപ്പോൾ മാറിക്കൊടുത്തുന്നിരിക്കും സ്കൂട്ടർ യാത്ര. ഒരു പക്ഷേ അത്രയും ആ അമ്മ മാറിക്കൊടുത്തിരുന്നെങ്കിൽ ആ യാത്രക്കാരനങ്ങ് പോകും. വീണ്ടും വീണ്ടും ഇതുപോലുള്ളവര് വന്നുകൊണ്ടേയിരിക്കും സമൂഹത്തില്. ഈ ഒരേ ഒരു ഇൻസിഡന്റ് ഒരുപാട് മാറ്റിമറിച്ചിരിക്കുന്നു. പ്രഭാവതി അമ്മയുടെ അപ്പോഴത്തെ ആ നിൽപ്പും ആ സംസാരവും ഒരു ആജ്ഞാശക്തിയായിരുന്നു, ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു. ഇത് ഞാൻ ചെയ്യില്ല, ഞാൻ മാറിക്കൊടുക്കില്ല. അങ്ങനെ ആയിരിക്കട്ടെ എല്ലാവരും അല്ലെ. ഒരു കുഞ്ഞു കൊച്ചു തൊട്ട് വലിയവര് വരെ, അതായത് ഏജ് ഈസ് നോട്ട് എ ബാർ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത്. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുക എന്നുള്ളത് സാധാരണ മിക്കവരുടെയും ഒരു എന്താ പറയുന്ന ഒരു ത്രില്ല് പോലെയാണ് അത്. ആൾക്കാർക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിച്ച് ജസ്റ്റ് ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചിട്ട് ലൈസൻസ് വാങ്ങിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് തോന്നിവാസം ഓടിക്കാം എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവരുടെ, എല്ലാവരുടെയും അല്ല, ഒരു മജോറിറ്റി ഓഫ് പീപ്പിൾ ട്രാഫിക് റൂൾസ് അറിയുന്നവരും ട്രാഫിക് റൂൾസിനെ റെസ്പെക്ട് ചെയ്യുന്നവരുമാണ്. ഇതുപോലെ മൈനോറിറ്റി ആൾക്കാരുണ്ടല്ലോ, വേഗം എത്തണം, അല്ലെങ്കിൽ പേഷ്യൻസ് ഇല്ല, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഹെൽമെറ്റിന്റെ കാര്യം അങ്ങനെയാണ്. പ്രഭാവതി അമ്മയെ അഭിനന്ദിച്ച് ജനങ്ങള്, സോഷ്യൽ മീഡിയ, പിന്നെ ജനങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സർ, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടും എല്ലായിടത്തു നിന്നും ഒരുപാട് അഭിനന്ദനങ്ങളാണ്, ഗ്രീറ്റിംഗ്സ് ആണ് പ്രഭാവതി അമ്മയ്ക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് പ്രഭാവതി അമ്മ. താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്.